ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ്. നമുക്കിന്ന് വഴുതനങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ 4 വഴുതനങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിന് ആവശ്യമായ മസാല റെഡിയാക്കിയാലോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നാക്കി പേസ്റ്റാക്കി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മളിതൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ മീനൊക്കെ വറക്കാൻ വെക്കുന്ന പോലെ ഒരു 1/2 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പാൻ എടുക്കുന്നു. എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് വഴുതനങ്ങ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നു. അപ്പോൾ നമുക്ക് വഴുതനങ്ങ നോർമൽ കറി ഇഷ്ടമില്ലാത്തവർക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് ബാക്കി നോക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ശേഷം നമ്മളൊരു 1.5 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈരിലേക്ക് ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുവും വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ റെസിപ്പിയാണ്. നമുക്ക് സാധാരണ വഴുതനങ്ങ തോരന് മെഴുക്കോട്ടി ഇഷ്ടമില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വഴുതനങ്ങ തൈര് മിക്സഡ് റെസിപ്പി. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.